ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ചൂട് സമയത്ത് ഒന്ന് റീഫ്രഷ് ആവാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മാത്രമല്ല നോമ്പൊക്കെ വരാനായി, അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഷേക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് 1/2 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം. സാധാ നോർമൽ അവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്, വൈറ്റ് കളറുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ബ്രൗൺ കളറുള്ള അവിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1-2 തവണ ഇതൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി വെച്ചിട്ട് ഒരു 2 തവണ ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 15 മിനിറ്റ്, ചുരുങ്ങിയതൊരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് അവിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനി നമുക്കിതിനെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഒരു സ്പൂണ് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിലുള്ള മുഴുവൻ വെള്ളവും നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ട് ഇതിനെ വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 2 നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ ജാറിൽ ഇത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ കട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് അരഞ്ഞ് കിട്ടണം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ആ ഒരു അവിലും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇനി ഒരു ചെറിയ പാക്കറ്റുള്ള ഓർലിക്സിൻ്റെ ഒരു പാക്കറ്റ് ഓർലിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒട്ടും കട്ടയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. എന്നിട്ട് പിന്നെ ടൈറ്റ് ആവുകയാണെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓവർ ലൂസാക്കാതെ കുറച്ചൊരു ടൈറ്റിൽ തന്നെ അടിച്ചെടുക്കുന്നതായിരിക്കും കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്യുക.